പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് പറയുന്നത് പോലെയാണ് ട്രംപിനെ ആര് പിടിച്ചു കെട്ടും. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിലാണ് ട്രംപ് ഏകാധിപത്യ സ്വഭാവത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വെനിസ്വേലയില് പല കാരണങ്ങൾ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പോയി പ്രസിഡന്റിനെയും ഭാര്യയെയും ഒക്കെയും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് ചില രാജ്യങ്ങളുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നത്. ഇറാന്റെ മേൽ കണ്ണുവെച്ചു. ഇറാന്റെ മേൽ കണ്ണുവെച്ച് ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പതുക്കെ പിന്മാറി. എന്തുകൊണ്ടാണ് പിന്മാറിയെന്നറിയാമോ? ഇറാനെ പേടിച്ചിട്ടല്ല, പക്ഷെ ഇറാന് എന്താ പറയുക, സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ചൈനയും റഷ്യയും ഉടനടി രംഗത്തെത്തി. അപ്പം ഇത് അത്ര ശരിയാവില്ല എന്ന് വിചാരിച്ച് ട്രംപ് പതുക്കെ ഓരോ കാരണങ്ങൾ ഒക്കെ പറഞ്ഞ് പിന്നോട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം മുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണല്ലോ, ഈ അടുത്ത ദിവസമാണല്ലോ അദ്ദേഹം എന്താണ് പീസ് ബോർഡ്, സമാധാന സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി ഫോം ചെയ്തു. എല്ലാ രാജ്യങ്ങളെയും ആ ബോർഡിലേക്ക് വിളിക്കുന്നു. ആ ബോർഡിലേക്ക് വിളിക്കുന്ന ഇതിലെ മെമ്പർഷിപ്പ് എടുക്കൂ, എന്നോട് യോജിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള ഒത്തിരി രാജ്യങ്ങൾ 19 രാജ്യങ്ങൾ ഇതിനകം ആ പിന്നെ പീസ് ബോർഡില് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ചൈന, റഷ്യ അതുപോലെയുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ എടുത്തിട്ടില്ല. കാനഡയൊക്കെ ആ പീസ് ബോർഡിനോട് ശക്തമായ എതിർപ്പ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് യുണൈറ്റഡ് നേഷൻസ് എപ്പോഴാണ് നിലവിൽ വന്ന 1945 രണ്ടാം ലോക മഹായുദ്ധം കാരണം ലോകം മുഴുവനും തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യപ്പെടുന്നത്. എന്താണ് UN രക്ഷാസമിതി വരുന്നത്. ആ UN രക്ഷാസമിതിയെ ഓവർടേക്ക്, അതിലെ മെമ്പർഷിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്തു ട്രംപ്. അപ്പൊ അതിലെ UN മെമ്പർഷിപ്പും ക്യാൻസൽ ചെയ്ത് ട്രംപ് പിന്മാറിയതോടുകൂടി എന്ത് സംഭവിച്ചു? UN ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഒരവസ്ഥയിലേക്ക് മാറി. എന്തുകൊണ്ട് മാറി? UN ഏറ്റവും കൂടുതൽ പ്രവർത്തന ചെലവിനുള്ള പണം കൊടുത്തിരുന്നത്, അതായത് എവിടെയൊക്കെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ പ്രവർത്തനത്തിന്, ചികിത്സയ്ക്കും എല്ലാത്തിനും വേണ്ടി ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ ഫണ്ടിങ് നടത്തിയിരുന്നു അതിന്റെയൊക്കെ മേജർ ഷെയർ, നമ്മൾ പറയുന്നത് പോലെ ലയൺസ് ഷെയർ കൊടുത്തിരുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്ക UN നിന്ന് പിന്മാറിയതോടുകൂടി ആ UN തന്നെ പ്രവർത്തനരഹിതമായ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ, ഈ 19 രാജ്യങ്ങൾ ഓൾറെഡി പിന്നെ US ഒപ്പം ചേർന്നു, ഈ പീസ് ബോർഡിൽ ചേർന്നു എന്ന് പറയുന്ന അവർക്കൊക്കെ അറിയാം US കൂടെ നിൽക്കുകയാണ് നല്ലത് എന്ന്. അപ്പൊ ഇനി US എന്ത് ട്രിക്കായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത്? അവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. ഇനി വലിയ തോതിൽ ഭീഷണി വരും ട്രംപിന്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ തന്നെ ചൈനയുടെ പേരിൽ 500% പിന്നെ താരിഫാണ്, ഇറക്കുമതി ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പീസ് ബോർഡിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാകാത്ത എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോരുത്തരായി അമേരിക്കയുടെ മുൻപിലും മുട്ടുമടക്കും. അങ്ങനെ മുട്ടുമടക്കുന്ന ഒരവസ്ഥയാകാം സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ മുട്ടുമടക്കാതെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ഒന്നാമത്, ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ മേഖലകൾ ഏറ്റവും പ്രധാനം എന്ന് വിചാരിച്ച് ഒരു ട്രേഡ് ട്രീറ്റി എത്രയും വേഗം പിന്നെ രേഖപ്പെടുത്തണം എന്നാണ്, അമേരിക്കയുമായി ഉണ്ടാകണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. അതായത് ഇങ്ങനെ പോയാൽ, അതായത് ഇപ്പോൾ ട്രംപ് പറയുന്ന ഈ പീസ് ബോർഡുമായി മുന്നോട്ട് പോയാൽ ഓരോരോ രാജ്യങ്ങൾ മുട്ടുമടക്കി അതിൽ ചേരും. അതുപോലെ ഇന്ത്യയോട് അല്ലെങ്കിൽ തന്നെ കെറിവിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അന്നത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ട്രംപ് പറഞ്ഞിട്ടാണ് ആ യുദ്ധം നിർത്തിയത് പാകിസ്ഥാനുമായിട്ടുള്ള എന്ന് ഇന്ത്യ വിട്ടുകൊടുക്കുന്നില്ല. ഇന്ത്യ പറയുന്നത് ആരും ഇതിനകത്ത് മധ്യസ്ഥം വഹിച്ചിട്ടില്ല, ഞങ്ങൾ സ്വമേധയാ എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇപ്പോ നമ്മളെ മുട്ടുമടക്കിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പീസ് ബോർഡിലേക്കും ക്ഷണിക്കും, പീസ് ബോർഡിലേക്കും നമ്മൾ മെമ്പർഷിപ്പുമായിട്ട് ചെല്ലുന്നില്ല എന്ന് കാണുമ്പോഴേക്ക് ഇതിൽ കൂടുതൽ രോഷാകുലനായാലും ആക്ഷൻസ് എടുക്കാൻ, അതായത് ഇപ്പൊ 50% ഇരിക്കുന്ന താരിഫ് പെട്ടെന്ന് 500 മാറ്റുമോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ആകാശത്ത് കാർമേഘങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട്. എന്താണ് വരാനിരിക്കുന്നത് എന്ന് നോക്കിയിരുന്ന് കാണുകയേ രക്ഷയുള്ളൂ.